ഹേ ഗൈസ്, ഇന്ന് ഞാൻ ഓറിയോയുടെ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ കൂട്ടാണ് ഒന്നും കൂടി വി ആർ ബാക്ക്. അപ്പം ആദ്യം ഒരു പാക്കറ്റ് ഓറിയോ ഫുള്ള് വെക്കാം. ഇത് ഞാൻ എടുത്തിട്ട് ഇത് ക്രഷ് ചെയ്യണം. എന്തെങ്കിലും ഇപ്പം ഹാമർ ഉണ്ടെങ്കിൽ അത് മതി. ഇത് ഇങ്ങനെ ക്രഷ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് തുറന്നിട്ട് ഈ പാലിലേക്ക് ഒഴിക്കണം. ഞാൻ അതിപ്പോൾ ചെയ്ത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം എന്താ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണേ. പാല് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് ആ ചോക്ലേറ്റിൻ്റെ കളറ് വരണം. എന്നാലേ ഓരോരോ ഫ്ലേവർ അതിലേക്ക് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യണം ഗൈസ്. ഇതാണ് ഏറ്റവും ഹാർഡ് സ്റ്റെപ്പ് ഈ ഓരോരോ മേക്ക് ചെയ്യുന്നത്. കുറേ മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം കുറേ പ്രാവശ്യം മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങനെ മിക്സ് ചെയ്യണ്ട. ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിൽക്ക് മെയ്ഡില്ലേ, നമ്മളുടെ കണ്ടൻസ് മിൽക്ക്, അത് എടുത്തിട്ട് കുറച്ച് ഒഴിക്കാം. പുതിയ പാക്കറ്റാണ്, ഫ്രഷാണ് പുതിയ പാക്കറ്റ്. ഇനി ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിക്കാൻ പോകുന്നു. അയ്യോ, അത്ര വേണ്ട. ഒരു സ്പൂൺ മതി. നമ്മളുടെ കണ്ടൻസ് മിൽക്ക് ഒരു സ്പൂൺ. ഇതാണ് ഇത്. ഇനി ഇളക്കണം. ആ കണ്ടൻസ് മിൽക്കും കൂടി അത് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതാണ് ഈ ഓരോരോ ഐസ്ക്രീമിൻ്റെ മോസ്റ്റ് ഹാർഡ് സ്റ്റെപ്പ്. ഇത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. കുറേ മിക്സ് ചെയ്യണം. എങ്ങനെ വേണമെങ്കിൽ മിക്സ് ചെയ്യാത്ത, അത് ഇപ്പം ഇങ്ങനെ മിക്സ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ മിക്സ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ മറ്റേ ബീറ്റർ ഇല്ലേ, ഇങ്ങനെ ചെയ്യുന്ന ബീറ്റർ, അതുണ്ടെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ സ്പൂണും കൊണ്ടാണ് വെക്കുന്നത്. ഞങ്ങൾക്ക് ബീറ്റർ ഉണ്ട്, പക്ഷെ അതെൻ്റെ അമ്മ വാങ്ങാം. അതുകൊണ്ട് ഇത് ഇപ്പം ബീറ്റർ ഇല്ലെങ്കിൽ ഇത് മതി. ഓക്കെ, അപ്പോൾ കുറേ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മളുടെ പഞ്ചസാര ഒരു സ്പൂൺ മതി. അത്ര മതി പഞ്ചസാര. ഇത് ഓക്കെ. ഇനി ഒന്നും കൂടി ഇളക്കാം. ഇതാണ് ഇതിൻ്റെ പാട്. കുറേ ഇളക്കണം. ഞാനില്ലേ ഇത് ഇളക്കിയിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാം. ഞാൻ ഇത് ഇളക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് കാണിക്കാം. ഞാൻ ഇളക്കിയിട്ട് കാണിക്കാം എല്ലാം.